ഈ വേദിയിൽ സംസാരിക്കുവാൻ എത്തിയിരിക്കുന്ന ശ്രീമതി സിത്താര എസ്, അതോടൊപ്പം തന്നെ ഡോക്ടർ ഷബിത മേഡത്തെയും കൂടാതെ ഈ ഒരു സെക്ഷൻ വീക്ഷിക്കാനെത്തിയ മുഴുവൻ നല്ലവരായ കലാസാഹിത്യ സ്നേഹികളെയും ഈ ഒരു സെഷനിലേക്ക് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് കേരളത്തിൽ ഈയിടെയാണ് ഏതാണ്ട് 30,000-30,000-ഓളം വിവിധ യൂണിവേഴ്സിറ്റികളിലെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചെടുത്തത്. അതൊക്കെ വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കി വെച്ചതാണ്. ഡോക്ടറേറ്റ് ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകൾ അതിലുണ്ട്. അതിലൊരു വ്യാജമാവാൻ ഞാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഡോക്ടറേറ്റ് ഇല്ല, ഞാൻ ഡോക്ടർ ശബദിയല്ല, വെറും ശബദിയാണ് എന്ന് ആദ്യം ഓർമ്മിപ്പിക്കുകയാണ്. തിരുത്തേണ്ടത് എൻ്റെ ആവശ്യമാണ്. ഇങ്ങനെയൊക്കെയാണല്ലോ തീ പ്രവർത്തിക്കുക മനുഷ്യരിൽ. എഴുത്തിലെ തീ, ഇത് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പഴയ കാലത്ത് ഉള്ള നമ്മുടെ ഒരു കവിതാശകലം, മുമ്പേ ഗമിക്കും ഗോപൂതൻ പിമ്പേ നടക്കും മറു ഗോക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ എനിക്ക് മുമ്പേ ഗമിച്ചൊരു ഗോവു, ആ ഗോവിൻ്റെ പിമ്പേ നടക്കുന്ന വെറും ഒരു ഗോവു എന്നുള്ള രീതിയിലേക്ക് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എഴുത്തിലെ തീയിൽ നമുക്ക് ആകെ ഒരു സന്തോഷം വന്നത് പെൺതീ എന്ന് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. അവിടെ ഒരു ജെൻഡർവൽക്കരണം നടത്താതെ എല്ലാ ജെൻഡറിൽപ്പെട്ട ആളുകളെയും ഒന്നിച്ചു കൂട്ടാനും എല്ലാവരെയും കുറിച്ചും സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. എഴുത്തിലും ജീവിതത്തിലും ഒക്കെ തീ കൊണ്ട് ഉള്ള കളിയാണ്. ആ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന അവസ്ഥയാണ്. ഇത് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് ഇന്ന് രാവിലെ മുതൽ വലിയൊരു അറസ്റ്റ് രേഖപ്പെടുത്തി. ആ വലിയ അറസ്റ്റിൽ ഏറ്റവും വലിയ തെളിവായിട്ട് വന്നത് ഒരു ഭ്രൂണം സൂക്ഷിക്കുക എന്ന് പറയുന്ന, തെളിവായിട്ട് ഒരു ഭ്രൂണം സൂക്ഷിക്കുക. ഒരു വലിയ കഥ, ഒരു ഏറ്റവും ഹിറ്റായിട്ടുള്ളൊരു കഥയുടെ ഒരു സ്കോപ്പ്, ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന് പറയുന്ന ചൊല്ലിനെ ഏറ്റവും കൂടുതലായിട്ടും എന്താണ് പറയുക അസേർട്ട് ചെയ്തുകൊണ്ട് യാഥാർത്ഥ്യ ജീവിതത്തിൽ ഒരു സ്ത്രീ താൻ ഏതെല്ലാം രീതിയിൽ ദുരുപയോഗപ്പെടുത്തപ്പെട്ടു എന്നതിൻ്റെ തെളിവായിട്ട് ഗർഭചിത്രം ചെയ്ത ആ ഭ്രൂണം DNA-യിലെങ്കിലും തെളിയിക്കേണ്ടി വരുന്ന ഭാവി കാലത്തിൻ്റെ ആവശ്യം വരുമെന്നുള്ള ഒരൊറ്റ ഉറപ്പോടുകൂടി സൂക്ഷിച്ചു വെക്കുന്ന ഒരവസ്ഥ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് വലിയ വലിയ FB പോസ്റ്റർ കാർഡുകൾ ഇറക്കിയിട്ട് ഇന്ന് ഇവിടെ വരികയുണ്ടായി. അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ഇനിയിപ്പോൾ എന്ത് എഴുതാനാണ്, ഇതൊക്കെയായിരുന്നു സത്യത്തിൽ ഭാവന കൊണ്ട് എഴുതേണ്ട കുറേ കാര്യങ്ങൾ. ഇതൊക്കെ ഇങ്ങനെ ഇത്രയും കുറേ ഇനി വരാൻ പോയേക്കാവുന്ന അല്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന കാര്യങ്ങളെയൊക്കെ കുറേയൊക്കെ നമുക്ക് ഭാവനയിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇനി എന്തുണ്ട്? എടുത്തുകുത്താനുള്ള അനുഭവങ്ങളുടെ എല്ലാ പാരാവാരങ്ങളും എല്ലാവരും എല്ലാ രീതിയിലും ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ബാക്കിയായിട്ട് ആ ചാരത്തിൽ അവശേഷിക്കുന്ന ഇത്തിരി കനൽ? ഇതൊക്കെ വലിയൊരു ചോദ്യം തന്നെയാണ്. ഞാൻ സിത്താര ചേച്ചിയോട് ചോദിക്കുകയായിരുന്നു, ഇന്നാണ് അഗ്നി എന്ന് പറയുന്ന കഥ എഴുതുന്നിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളത് ട്രീറ്റ് ചെയ്യുക? സഞ്ജീവും രവിയും ആ പയ്യനും പ്രിയയും ഒക്കെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട്, ഭ്രൂണം തെളിവായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സ്ത്രീയുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയായിരിക്കും നിങ്ങളതിനെയൊക്കെ കാണുക? ഇന്നായിരുന്നു അഗ്നി എഴുതപ്പെടുന്നതെങ്കിൽ, അഗ്നി നമ്മളെ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ച ഒരു കഥയാണ്. ആ കഥ എങ്ങനെയുണ്ടാവും? പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എഴുത്തിലെ തീ എന്നുള്ളതാണ് വിഷയം. ഇവിടെ ശബിത പറഞ്ഞതുപോലെ തന്നെ വിഷയം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. പെണ്ണെഴുത്തിലെ തീ അല്ല, എഴുത്തിലെ തീ എന്നാണ് വിഷയം തന്നത്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഇനി നമ്മുടെ ഇതിലേക്ക് വരുവാണെങ്കിൽ, അഗ്നി എന്നുള്ള ഒരു കഥ ഒരുപാട് 26 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ എഴുതിയത്. അന്ന് നിറയെ വിമർശനങ്ങൾ നേരിട്ട ഒരു കഥയായിരുന്നു അത്. ഒരുപാട് സപ്പോർട്ടും ഉണ്ടായിരുന്നു. പക്ഷേ പല ഭാഗത്തു നിന്നും വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു പെൺകുട്ടി, ബലാത്സംഗത്തിനിരയായ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്ത പുരുഷനോട് നീ ഒട്ടും പോരായിരുന്നു എന്ന് പറയുന്ന ഒരു കഥ. അത് എഴുതിയ ഒരു പെൺകുട്ടിയെ ഏതൊക്കെ രീതിയിൽ തേജോവധം ചെയ്യാമോ ആ രീതിയിലൊക്കെ എഴുത്തുകാരിയെ ഞാൻ അന്ന് തേജോവധം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, എങ്കിലും കത്തുകളിലൂടെയും ഫോണിലൂടെയും
വധഭീഷണികൾ, ബലാത്സംഗ ഭീഷണികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ശബിത ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഇന്നായിരുന്നു ആ കഥ എഴുതിയിരുന്നതെങ്കിൽ എന്ന്, ആദ്യമായിട്ട് ആ കഥ ഒരുപക്ഷെ ആ രീതിയിലായിരിക്കില്ല ഞാൻ എഴുതിയത്. 26 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ജീവിതമല്ല ഇന്നുള്ളത്. ഇന്നൊരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അഗ്നിയിലെ പ്രിയയെ പോലെയുള്ള നൂറുകണക്കിന് പെൺകുട്ടികൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അതാണ് ഇപ്പോൾ ശബിത പറഞ്ഞ ഉദാഹരണത്തിലെ പെൺകുട്ടി, അത്തരത്തിലുള്ള പെൺകുട്ടികൾ നമ്മൾക്ക് പഴയ കാലങ്ങൾ കഥകളിൽ പോലും കണ്ടുമുട്ടാൻ പ്രയാസമായിരുന്നു. ഇന്ന് സാഹചര്യങ്ങൾ, കാലഘട്ടം ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അന്ന് ഒരു പക്ഷേ ഒരു ഷോക്കായിരിക്കാമായിരുന്ന ആ ഒരു പ്രതികരണം, പ്രിയയുടെ പ്രതികരണം ഇന്നത്തെ പെൺകുട്ടിക്കൊരു പുതുമയല്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതിലും വലിയ പ്രതികരണങ്ങൾ പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അഗ്നി ഇന്ന് എഴുതുകയാണെങ്കിൽ അതൊരിക്കലും അന്ന് എഴുതിയ ഒരു രീതിയിലായിരിക്കില്ല. എഴുത്തുകാരി എന്നുള്ള നിലയിലുള്ള എൻ്റെ എന്താ പറയുക, കാഴ്ചപ്പാടുകളിലൊക്കെ ഉള്ള വ്യത്യാസം ഒരു വശത്ത് ആ വ്യത്യാസം തീർച്ചയായിട്ടുമുണ്ട്. അതല്ലാതെ ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തെപ്പറ്റി എഴുതുമ്പോൾ ആ ഒരു എന്താ പറയുക, ആ പ്രിയയുടെ പ്രതികരണം അതേ രീതിയിൽ ഇന്ന് ഞാൻ കൊണ്ടുവന്നേക്കുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. ഒന്നുകിൽ ഞാൻ ആ കഥ എഴുതുകയില്ല, അല്ലെങ്കിൽ ഇതിലും വളരെ ശക്തമായി എഴുതാനുള്ള ശ്രമങ്ങൾ നടത്തിയേക്കാം. എന്നിപ്പോൾ ശബിത പറഞ്ഞു ഇന്നത്തെ ഒരു നമ്മുടെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെപ്പറ്റി പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം ഇന്നലെ തൊട്ട് മലയാളി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കന്യാസ്ത്രീയുടെ തുറന്നു പറച്ചിലുകളാണ്. അത്തരത്തിലുള്ള കുറേ തുറന്നു പറച്ചിലുകൾ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ആ തുറന്നു പറച്ചിലുകൾ ഓരോ തവണ കേൾക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ഇതിനപ്പുറം ഒന്നുമില്ലേ. പക്ഷെ അടുത്ത തവണ വേറൊരു തുറന്നു പറച്ചിൽ വരുമ്പോൾ അതിനേക്കാളും വലിയ ജീവിതത്തിൽ ഈ പറഞ്ഞ തീയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ശബിത പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ജീവിതത്തിൽ ഇത്രയും തീജ്വാലകൾ കത്തിയെരിയുമ്പോൾ അതിൻ്റെ ഒരംശമെങ്കിലും എഴുത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരും, അല്ലെങ്കിൽ ആ കൊണ്ടുവരുന്നതിൽ വിജയിക്കുമോ, എഴുത്തുകാരനെ ബാധിച്ചിരിക്കുമോ അതിൻ്റെ വിജയവും പരാജയവും ഒക്കെ. അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. സത്യം തീർച്ചയായിട്ടും കഥകളേക്കാളും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം. നമ്മുടെ ചുറ്റും ഇന്നും കാണുന്ന പലതും നമ്മളെ അത് വീണ്ടും 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 മനസ്സിലാക്കി തരുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ എനിക്ക് ശബിതയോട് ചോദിക്കാനുള്ള എൻ്റെ ഒരു കാര്യം, ഞാനൊക്കെ എഴുതി തുടങ്ങി അതിനെ തൊട്ട് താഴെ വന്ന ഒരു തലമുറയാണ് ശബിതയുടേത്. ശബിതയുടെ കഥകൾ മുഴുവനും അല്ലെങ്കിലും ചിലതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലും ഈ ഒരു തീ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ജീവിതത്തിലുള്ള ആ ഒരു തീ എഴുത്തിലേക്ക് പടർത്താൻ അത് ആത്മാർത്ഥമായിട്ട് നമുക്ക് സാധിക്കുന്ന ഒന്നാണ്. ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ എന്താണ് അതിനെപ്പറ്റി ശബിതയുടെ അഭിപ്രായം? ഞാൻ 2 സ്റ്റോറീസിനിടയിൽ ആണ് ദിവസവും ജീവിക്കുന്നത്. 2 തരം സ്റ്റോറീസ്. സിതാര ചേച്ചി ജേർണലിസം കഴിഞ്ഞ ആളാണ്. അപ്പം നമ്മളുടെ ഓരോ വാർത്തയും നമ്മൾ സ്റ്റോറി എന്നാണ് പറയുക. എന്തായി ആ സ്റ്റോറി എന്നുള്ളത്. ഇപ്പുറത്ത് നമ്മൾ എഴുതുന്നതും സ്റ്റോറിയാണ്. അപ്പോൾ ഒന്ന് ഒറിജിനൽ സ്റ്റോറി, റിയൽ സ്റ്റോറിയോ, മറ്റേത് ഫിക്ഷണൽ സ്റ്റോറിയാണ്. ഈ 2 സ്റ്റോറികൾക്കിടയിലൂടെ ഒരു ഞെരുങ്ങി പിടിച്ചിട്ടൊരു ജീവിതമാണ് എൻ്റേത്. ഇപ്പുറത്തിരിക്കുന്ന ഒറിജിനൽ സ്റ്റോറിയെ വെല്ലുന്ന തരത്തിലുള്ളൊരു ഫിക്ഷണൽ സ്റ്റോറിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക്. ഒരു സബ്ജക്റ്റ് ആലോചിച്ച് കൊണ്ടുവന്ന് ഇത് ഇന്ന രീതിയിലൊക്കെ പ്ലേസ് ചെയ്തോടെ ഏതാണ്ട് 1-2 കൊല്ലമൊക്കെ എടുക്കും ഒരു സബ്ജക്റ്റൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിക്കൊണ്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു 40 വേർഷൻ ഓഫ് ഒറിജിനൽ സംഭവങ്ങൾ, ഹാപ്പനിങ്സ് ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതിലെന്ത് പുതുമയുള്ളത്? പിന്നെ നമ്മൾക്ക് അത് ഏത് രീതിയിൽ അവതരിപ്പിച്ചിട്ട് എന്താ കാര്യം? ഇപ്പം നമ്മളെ പിന്നെ ഇനിയിപ്പോൾ അതല്ലെങ്കിൽ പിന്നെ ഭൂതകാലത്തെ ഐതിഹ്യമാലയൊക്കെ വേറെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചെഴുതേണ്ടി വരും. ഒരു ഐതിഹ്യമാലയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടി വരും. അതിനെനിക്കൊട്ട് മനസ്സുമില്ല. അപ്പോൾ നമ്മൾ ഈ ഫിക്ഷണൽ ലൈഫിനെ എങ്ങനെയെങ്കിലും ഒന്ന് കരപ്പിടിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴേക്കും നമ്മുടെ നോൺ ഫിക്ഷണലായിട്ടുള്ള ഒറിജിനൽ ലൈഫിലെ സ്റ്റോറീസ് ഇതേപോലെ സിസ്റ്റർ അനിറ്റയായിട്ടും
1, 2, 3, 4 അതിജീവിതം. വളരെ വിചിത്രമായ കേസല്ലേ, ആലോചിച്ച് നോക്കൂ. വിവാഹിതരായുള്ള സ്ത്രീകളെ തപ്പിപ്പിടിക്കുക, അവരുടെ സാമ്പത്തിക അഭിവൃദ്ധിയിൽ മാക്സിമം അത് ഫിനാൻഷ്യലി ലൂട്ട് ചെയ്തുകൊണ്ട് ഒരു ചെരുപ്പ് വാങ്ങാൻ, വാച്ച് വാങ്ങാനൊക്കെ ഒരു പൊളിറ്റിക്കലുള്ള ഒരു യങ് ആയിട്ടുള്ള ഒരാൾ, അൺമാരീഡ് ആയിട്ടുള്ള ഒരു നേതാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിൽ പിന്നെ തന്നെ നിവൃത്തിയില്ലാത്ത സമയത്ത് അതിന് തുറന്നു പറച്ചിലുകൾ നടത്തേണ്ടി വരിക. ആ തുറന്നു പറച്ചിലുകൾ മുഴുവൻ ലോകത്തുള്ള എല്ലാ സകലമാന മീഡിയകളും ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഉത്തരവാദിത്വത്തെ പ്രസ്ഥാന തള്ളിപ്പറയും. അപ്പോൾ ഇന്നിപ്പോൾ കെ മുരളീധരൻ്റെ പ്രസ്താവന കണ്ടപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഞാൻ കഴിച്ചു, അതേമായിട്ടുള്ള നമുക്കിനി ഒരു ബന്ധവുമില്ല, എന്നോ പുറത്താക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബാധ്യതയില്ല, പുറത്താക്കി കഴിഞ്ഞ ആളുകൾക്ക് ബാധ്യതയില്ല. പിന്നെ ഇതിപ്പോൾ ആരുടെ ബാധ്യതയാണ്? മാധ്യമങ്ങളുടെയും സമൂഹത്തിൻ്റെയും മറ്റ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ബാധ്യതയായി മാറുകയാണ് ഇതെന്തായി തീരുന്നതിനെക്കുറിച്ചുള്ള. അപ്പം ഇത്തരം സന്ദർഭങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ത്രൂ ഔട്ട് ഒറിജിനൽ ലൈഫിൽ നടക്കുന്നു. ഇതിൻ്റെ ഇടയിൽ എന്ത് കഥയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? അപ്പോൾ അതിനെ ഒരുപടി മറികടക്കുന്ന എന്ത് കഥ സൃഷ്ടിക്കും? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയെ കൊല്ലുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തെ തലയ്ക്കൊരടി, ഞാൻ ഉടുമ്പ് എന്ന ഒരു ഉപമ എഴുതുന്ന സമയത്ത് ഞാനും എൻ്റെ എഡിറ്ററും ഷിബു ദേശാഭിമാനിയിലെ എഡിറ്ററുമായിട്ട് ഏറ്റവും കൂടുതൽ ബഹളം നടന്നത് ഇവരെങ്ങനെ കൊല്ലുമെന്ന് ആലോചിച്ചിട്ടായിരുന്നു. ഇതൊരു 2000 രൂപേൻ്റെ കേസിലാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അടി നടക്കുന്നത്. ആ 2000 രൂപയുടെ കേസ് 2000 രൂപയ്ക്ക് വേണ്ടിയുള്ള അടിയിൽ ഭർത്താവ് ഭാര്യയെ എങ്ങനെ കൊല്ലും? നിങ്ങൾ കൊന്നത് ശരിയായില്ല, ഇതൊക്കെ ഈ കൊല്ലലൊക്കെ ഞങ്ങളൊന്നോ കണ്ടതാണ്. ഇപ്പം എങ്ങനെ ഈ ഭാര്യയെ ഭർത്താവ് കൊല്ലണം എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എൻ്റെ 6 മാസം പോയി കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കൊല്ലുക? ഏത് രീതിയിൽ കൊല്ലും? എങ്ങനെ ഞാൻ കൊന്നു കൊടുത്തിട്ടും എഡിറ്റർക്ക് മതിയാവുന്നില്ല. ഇതൊന്നും നിൽക്കില്ല, ഇത് ശരിയാവില്ല. അത് നിങ്ങൾ അതൊക്കെ പത്രത്തിൽ വായിച്ചു കഴിഞ്ഞു, അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു. അപ്പോൾ ഇത്രയും വലിയ ചാലഞ്ചസ് നടക്കുന്നതിനിടയിൽ ഉള്ള വെണ്ണീരിൽ നിന്നുള്ള ഒത്തിരി പുക ഉണ്ടാക്കി എടുക്കാനുള്ള പെടാപ്പാട് തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, കെ സരസ്വതി അമ്മയൊക്കെ വിരാജിച്ചിരുന്ന, രാജലക്ഷ്മിയൊക്കെ വിരാജിച്ചിരുന്ന ഒരു ഭൂമികയും പ്രഹസനങ്ങൾ കൊണ്ട്, പ്രഹേളികകൾ കൊണ്ട്, ആക്ഷേപങ്ങൾ കൊണ്ടൊക്കെ അമ്മാനോടായിരുന്നു. കെ സരസ്വതിയമ്മയുടെ ഇപ്പോഴത്തെ കഥയൊക്കെ എടുത്ത് വായിക്കുന്ന സമയത്ത് എന്താണ് അവരുടെയൊക്കെ ഒരു ഭാഷ കൊണ്ട് മുഖത്തടി കിട്ടുന്നത് പോലെയല്ലേ ഭാഷയുടെ പ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്തൊരു രസമാണല്ലോ നോക്കുമ്പോൾ. ഇന്നൊക്കെ സത്യത്തിൽ അങ്ങനെയൊക്കെ ഇനി എൻ്റെ ഇത്രയും കാലത്തെ ആയുസ് ഞാൻ മുഴുവൻ എടുത്ത് ഞാൻ ആർജിച്ചതും കിട്ടിയതും ഇനി കിട്ടാനിരിക്കുന്നതുമായ എല്ലാ ഊർജ്ജവും എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പോലും എനിക്ക് അങ്ങനത്തെ ഒരു വാക്ക് കിട്ടാൻ പോകുന്നില്ല. അവരൊക്കെ ഉപയോഗിച്ചതുപോലെ. അപ്പോൾ നമുക്ക് സത്യത്തിൽ നിരാശ വരുന്നുണ്ട്. ആ നിരാശ വരുന്ന സമയത്ത് നമ്മൾ കെ രേഖയുടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യാലയ ചന്ദ്രയൊക്കെ എടുത്ത് വായിക്കും. ചില പൂരിപ്പിക്കലുകൾ വായനക്കാർ നടത്തുന്ന കഥകളാണ് രേഖയുടെ മനുഷ്യാലയ ചന്ദ്രയൊക്കെ. അതൊക്കെ തരുന്നൊരു സ്പാർക്ക്. ആ സ്പാർക്കിൽ ഈ വളരെ ശിഥിലമായ ഒരു ദാമ്പത്യത്തിൽ നിന്നും പിന്മാറുന്ന സമയത്ത് അവസാനത്തെ ഒരു എഗ്രിമെൻ്റ് ആയിട്ടുള്ള ഒരു ചെക്ക്, ആ ചെക്ക് ഇയാൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും കണ്ടറിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പോകുന്ന ഒരു സ്ത്രീയെയാണ്, ഒരു നായികയാണ് മനുഷ്യാലയ ചന്ദ്രിക അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് അവിടെ നിർത്തിയിട്ട് അവർ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ രേഖയോട് പറഞ്ഞത്, ഞാനായിരുന്നു കഥ എഴുതുന്നതെങ്കിൽ ഞാനിങ്ങനെ വിട്ടുകൊടുക്കില്ലായിരുന്നു. പുറത്ത് ഇതിൻ്റെ ഈ സെറ്റിൽമെൻറ്റ് നടന്ന ആ സെറ്റിൽമെൻറ്റ് കോട്ടൻ്റെ തൊട്ട് പുറത്ത് അവളുടെ സുഹൃത്ത് കാത്തിരിക്കുന്നുണ്ടാവും. ഈ എറണംകെട്ടോളം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നുള്ളൂ, അതുകൊണ്ട് ചെക്ക് വാങ്ങി വന്നിട്ട് ഇവളുടെ മക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സുഹൃത്തായി എനിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ചെക്ക് മുൻ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് ഇവൾ തിരിച്ചു വീട്ടിലേക്ക് പോകും എന്ന് ഒരു സുഹൃത്ത് അവിടെ ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ കഥയോട് മാനസികമായിട്ട് നമ്മൾ നീതി പുലർത്തുകയാണ്. രേഖയുടെ എഴുത്തിൻ്റെ തട്ട് അപ്പോൾ പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്നു. ശരിക്കും ഇതൊക്കെ നമ്മൾക്ക് കിട്ടുന്ന വലിയൊരു ഊർജ്ജമുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള അത്തരം തീകളാണ് സത്യത്തിൽ നമ്മളെ അടുത്ത കഥയിലേക്ക് ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ട് ഇവരൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇപ്പം നടപ്പ് കാലത്ത് ഇവരൊക്കെ തന്നിരിക്കുന്ന കഥകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ട് സരീഷിൻ്റെ ചൂണ്ടക്കാരൻ പോലുള്ളൊരു കഥയിൽ നിന്നും വളരെ സിംബോളിക്കായിട്ടുള്ളൊരു കഥയാണെന്ന്. ചൂണ്ടയിടുന്ന സമയത്ത് ഓരോ മീനിന് കിട്ടുന്ന സമയത്തും അതിനെ എന്തൊക്കെ ചെയ്യണം, എന്തെല്ലാം വായനയുടെ വലിയ മാനങ്ങളുള്ളൊരു കഥ. ഓരോ മീനിൽ നിന്നും ഏതെല്ലാം രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരണം എന്നുള്ള അയാളുടെ ആ ചൂണ്ടക്കാരൻ്റെ മനസ്സിലിരുന്നു കൊണ്ട് ഉള്ള ഒരു ഇടുക എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഒരു ചൂണ്ടക്കാരൻ്റെ ക്ഷമ എത്രത്തോളം ഉണ്ടാവും നമുക്കറിയാലോ. അപ്പം അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക? ഈ ചാലഞ്ചിൽ നമ്മൾ എവിടെയാണ് തോറ്റുപോകുന്നത്? ഈ ചാലഞ്ചിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ ചിലപ്പോൾ സമയത്ത് നമുക്ക് എഴുതിയ കഥകൾ, വന്ന കഥകളോ പ്രസിദ്ധീകരിച്ച കഥകളുടെയോ എത്രയോ ഇരട്ടി ഈ ഭ്രൂണം പോലെ കിടപ്പുണ്ട്. 2 വരികളായിട്ട്, 3 4 കഥാപാത്രങ്ങളായിട്ട്, ചില സങ്കടങ്ങളായിട്ട്, ഫയലുകൾ ഇങ്ങനെ ഇരുന്നിട്ട് ടു ബി എന്ന് പറഞ്ഞാൽ അവിടെ ഇടുന്ന ഒരുപാട് വർക്കുകളുണ്ട്.
സത്യത്തിൽ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒരു കൊളാഷ് കഥ ഉണ്ടാക്കിയാലത് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നിങ്ങളൊക്കെ തന്നിരിക്കുന്ന തീ ഞങ്ങളിൽ പ്രവർത്തിക്കുന്നത്. സിത്താര ചേച്ചി ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ആത്മകഥകളുടെ വലിയൊരു കാലഘട്ടമാണല്ലോ ഇത്. അതാണ് നമ്മൾക്ക് ആ ആത്മകഥനങ്ങളാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം പല ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട് റീൽസുകളായിട്ട് നമ്മളെ സിസ്റ്റർ റെനീറ്റിയെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 13 തവണ ഉപയോഗിക്കപ്പെട്ടിട്ടും എവർക്കെന്താ അത് മനസ്സിലായില്ലേ ഇത് ഉപയോഗമാണെന്നുള്ളത് അല്ലേ? നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു ചോദ്യമാണെന്ന്. ഈ എക്സ്പ്ലോയിറ്റേഷനിൽ കടം കൊടുക്കുന്നതും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എത്ര കടം കൊടുത്ത് നിനക്ക് തിരിച്ചു കിട്ടില്ല, നിനക്കറിയില്ല ഇത് തിരിച്ച് കിട്ടാൻ പോകുന്നത്, കിട്ടില്ല എന്ന്, നീ എന്താ പഠിക്കാത്തത്? നമ്മൾ ഇപ്പോൾ ഒരു തവണയെ നമ്മൾക്കൊരു തെറ്റ് പറ്റാൻ പാടുള്ളൂ, രണ്ടാമത്തെ തവണ നമ്മൾക്ക് അത് പാടില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് ആ ഒറ്റ തവണയിൽ നിന്നും നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. 2, 3, 4, 5, 6 അങ്ങനെ 13 വരെ നിങ്ങൾക്ക് ഈ പറ്റുകയാണെങ്കിൽ 14ാമത്തെ തവണ നിങ്ങളിത് റിവീൽ ചെയ്യുന്നത് അതിനർത്ഥം എന്താണെന്നൊക്കെ വളരെ മ്ലേച്ഛമായിട്ട് ചോദിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുക? ഇതിന് നമ്മൾക്ക് നമ്മുടെ എഴുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കുമോ? സത്യത്തിൽ ഇതിനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളൊരു ജേർണലിസം കഴിഞ്ഞ ആളും കൂടെയാണ്. നിങ്ങൾ എഴുത്തുകാരുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് ഒരു അന്വേഷണത്തോടെ കൂടുതൽ ഉണ്ടാവുക എന്നുള്ള. ഇപ്പോൾ സിസ്റ്റർ അനീറ്റയുടെ ഇന്നലത്തെ അതിൽ 13 തവണ മാനസികമായും ശാരീരികമായും ഉപയോഗപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാവരും എന്താ പറയുക, അന്നം തിന്നുന്ന എല്ലാവരുടെയും വായിന്ന് വരുന്നൊരു ചോദ്യം എന്നുള്ള രീതിയിലേക്ക് വളരെ സാമാന്യവൽക്കരിക്കപ്പെട്ടു പോയി. ഇവർ 13 തവണ എന്തെടുക്കുകയായിരുന്നു എന്നുള്ളത്. ശരിക്കും ഇവിടെ അത്തരം നിസ്സഹായതകളെക്കുറിച്ചൊക്കെ സിത്താര ചേച്ചി ആലോചിച്ചിട്ടുണ്ട്? നമ്മൾക്ക് ഇതൊക്കെ തന്നെയാണല്ലോ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പരിച്ഛേദങ്ങളെയാണ് നമ്മൾ അനുഭവിപ്പിക്കുന്നത് കഥകളിലൂടെ. ഈ പറഞ്ഞ ഒരു നിസ്സഹായത എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ജീവിതത്തിൻ്റെ പല സമയങ്ങളിലായിട്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത്തരത്തിലുള്ള നിസ്സഹായതകളിലൂടെ കടന്നു പോകുന്നവരാണ് എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും എനിക്ക് തോന്നുന്നു. അതിൽ പ്രിവിലേജുകൾ ഉള്ളവർക്ക് കുറച്ച് ഇത് കുറവായിരിക്കാം, തീവ്രത കുറവായിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ അതിനെപ്പറ്റി എഴുതുക എന്നുള്ളത് അതിനെപ്പറ്റി പല രീതിയിൽ അപ്രോച്ച് ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. നേരത്തെ രേഖയുടെ കഥ എക്സാമ്പിൾ പറഞ്ഞു. മനുഷ്യാലയ ചന്ദ്രിക ഒരുപാട് വായിക്കപ്പെട്ട ഒരു കഥയാണ്. ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റിയും. എൻ്റെ സുഹൃത്താണ് രേഖ. അപ്പോൾ എൻ്റെ അടുത്ത് രേഖ പറയുകയുണ്ടായി, അവളുടെ കഥാജീവിതത്തിൽ ഏറ്റവും അധികം ആൾക്കാർ അവരെ ഫോൺ വിളിച്ച് കരഞ്ഞിട്ടുള്ളത് മനുഷ്യാലയ ചന്ദ്രിക എന്നുള്ള കഥ വായിച്ചതിന് ശേഷമാണ്. അതിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശിഥിലമായ ദാമ്പത്യ ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിലുള്ള പല കാര്യങ്ങളും പലർക്കും റിലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതും ഒരു സ്ത്രീയുടെ നിസ്സഹായതയാണ്. ഒരു പക്ഷേ ആ പുരുഷനും അയാളുടേതായ നിസ്സഹായത അതിലുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിഷയത്തെപ്പറ്റി നമ്മൾ കഥ എഴുതുമ്പോൾ അത് പല രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ശബിത പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക, നമ്മളെ മാനസികമായിട്ട് തളർത്തിയ ഭർത്താവിനെ ഏതെങ്കിലും ഒരു രീതിയിൽ പാഠം പഠിപ്പിക്കുന്ന രീതിയിൽ അതിനെ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്ന രീതിയിൽ അതിനെ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ രേഖ ചെയ്തതുപോലെ സമസ്യകൾ പൂരിപ്പിക്കാൻ വായനക്കാരനെ വിട്ടുകൊടുത്തുകൊണ്ട് അത് അവസാനിപ്പിക്കാം. ഒരുപക്ഷെ ഞാനായിരുന്നെങ്കിൽ ചെറിയൊരു പ്രതീക്ഷയുടെ തുണ്ട് അവിടെ എവിടെയോ അവശേഷിപ്പിച്ചുകൊണ്ട് അതിനെ അവസാനിപ്പിക്കാം. അങ്ങനെ പല രീതിയിൽ ആ ഒരു ജീവിതത്തിൽ ഒരു കാര്യത്തെപ്പറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിസ്സഹായതകളെ പറ്റി എഴുതുമ്പോൾ അത് പല രീതിയിൽ അപ്രോച്ച് ചെയ്യാം. അത് എഴുത്തുകാരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എഴുത്തുകാരൻ്റെ എഴുത്ത് രീതിയെയും കാഴ്ചപ്പാടുകളെയും ആണ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ മുമ്പും പലതവണ പറഞ്ഞിട്ടുണ്ട്, ലോകത്തെപ്പറ്റി എഴുതുമ്പോൾ, ലോകത്തിലെ പ്രശ്നങ്ങളെപ്പറ്റി എഴുതുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങളെപ്പറ്റി എഴുതുമ്പോൾ ഞാൻ ഒരിക്കലും അവരെ തകർന്നവരായി എഴുതിക്കൊണ്ട് അവസാനിപ്പിക്കാറില്ല. എനിക്കതൊരു നിർബന്ധം പോലെയാണ്. ഒരുപക്ഷെ അതെൻ്റെ എഴുത്തുകാരി എന്നുള്ള നിലയിലുള്ള പോരായ്മയാവാം. കാരണം യഥാർത്ഥ ജീവിതത്തിൽ എല്ലായ്പ്പോഴും അതങ്ങനെ ആവണമെന്നില്ല. യഥാർത്ഥ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒരു സ്ത്രീക്ക് പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റിയെന്ന് വന്നേക്കില്ല. സ്ത്രീയല്ല പുരുഷൻ, ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആരാണെങ്കിലും. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ ഒരു കഥ എഴുതുമ്പോൾ അത് വായിക്കുന്ന ഒരാൾക്ക് സമാനമായ പ്രശ്നങ്ങളിലൂടെ, വിഷമങ്ങളിലൂടെ, ഈ പറഞ്ഞ നിസ്സഹായതകളിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ പോയേക്കാവുന്ന ഒരാൾ ഈ കഥ വായിക്കുമ്പോൾ അയാൾക്ക് നന്മയുടെ അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയുടെ ഒരു കുഞ്ഞ് സ്പാർക്കെങ്കിലും അതിൽ നിന്ന് കിട്ടണമെന്നുള്ള ഒരു സ്വാർത്ഥത അല്ലെങ്കിൽ അത്തരത്തിലൊരു ആഗ്രഹം എനിക്കുണ്ട്. ആ ഒരു രീതിയിലാണ് ഞാൻ എല്ലാ കഥകളും ഇതുവരെ എഴുതിയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് എങ്ങനെയാവുമെന്നറിയില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ എൻ്റെ കഥകളുടെ അവസാനങ്ങളിൽ ഒരു നെഗറ്റിവിറ്റിയിൽ അല്ലെങ്കിൽ ഒരു
എന്താ പറയുക, ഒരു കോമയിൽ ഞാൻ കഥകൾ അവസാനിപ്പിച്ചിട്ടുള്ളൂ. അല്ലാതെ എപ്പോഴും ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഇനി പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ ഞാൻ എതിർത്ത് തോൽപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ നേർക്ക് ഞാൻ നിവർന്ന് നിൽക്കും എന്നുള്ള ഒരു ബോധ്യം അതിലെ കഥാപാത്രം നൽകിക്കൊണ്ടാണ് ഓരോ കഥയും അവസാനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറ്. അപ്പോൾ ഇതേ ഒരു ചോദ്യം ഞാൻ ശബിതയോട് തിരിച്ചു അങ്ങോട്ട് ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുത്തിലുള്ള പേഴ്സ്പെക്റ്റീവ്സ് ഡിഫറെൻ്റ് ആണ്. രേഖ എഴുതിയ ഒരു രീതി വേറെ, ഒരുപക്ഷെ വേറൊരു കഥാകൃത്താണ് അത് എഴുതിയിരുന്നെങ്കിൽ അത് വേറൊരു രീതിയിലായാലും എഴുതുക. അപ്പോൾ ഇത്തരത്തിലുള്ള പേഴ്സ്പെക്റ്റീവ്സിനെ പറ്റി എന്താണ് ശബിതയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം? രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമുക്കായിട്ട് പൂരിപ്പിക്കാനുള്ള കഥകൾ വളരെ കുറവാന്നുള്ളതാണ്. അപ്പോൾ വായനക്കാരൻ്റെ ഇൻവോൾവ്മെൻറ്റ് അവിടെ കുറയുന്നു. ചില ഇപ്പം നിങ്ങളെ തീർച്ചയായിട്ടും പിന്തുടർന്നുകൊണ്ട് നിങ്ങളെ തലമുറ ചെയ്തു വെച്ചതിനെ മാറ്റിപ്പണിതുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ ഒരു പടി കടന്നു നിൽക്കാനുള്ള ശ്രമം എൻ്റെ പ്രായക്കാർ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ കൗതുകത്തോടുകൂടി നമുക്ക് പിമ്പേ വരുന്നവരെയും കൂടെ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ കുട്ടികളുടെ അവരുടെയൊക്കെ പുതിയ കഥകൾ വായിക്കുന്ന സമയത്ത് നമുക്ക് വളരെ സാങ്കേതിക പരിജ്ഞാനം നന്നായിട്ട് കിട്ടാറുണ്ട്. ചില നല്ല നല്ല വാക്കുകൾ, അതേപോലെ ഭാഗ്യവശാൽ അസ്ത്രപ്രജ്ഞയായി, വിജൃംഭിച്ചു, ഇത്തരം വാക്കുകളൊന്നും ഇല്ല. അതന്നെ വലിയൊരു കാര്യം. അതുപോലെ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചില്ല എന്ന് പറഞ്ഞാൽ അന്തിപ്പൊൻവട്ടം കടലിൽ താഴ്ന്നില്ല, ഇങ്ങനെ കണ്ട കുറേ സംഗതികളൊന്നുമില്ല. അതായത് ഡയറക്റ്റായിട്ട് സൂര്യൻ മറഞ്ഞെങ്കിൽ മറഞ്ഞു എന്നോ സൂര്യൻ ഉദിച്ചെങ്കിൽ ഉദിച്ചു എന്നൊക്കെ എഴുതാൻ അവർ പ്രാപ്തരായി എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് കുറേ കൂടി ജീവിതത്തോട് അടുത്തു വന്നു. പിന്നെ വളരെ ചുരുക്കം ചില കഥകളിൽ മാത്രമേ നമ്മൾക്ക് പൂരിപ്പിക്കാനുള്ള അതായത് ഇൻവോൾവ്മെൻറ്റ് നമുക്ക് തോന്നിയിട്ടുള്ളൂ. അതായത് ഒന്നും കൂടെ ഇതിലേക്ക്, പിന്നെ ഒന്നും കൂടെ ഇപ്പോൾ റിപ്പീറ്റ് വാച്ച് വാല്യൂ ആണ് ഒരു സിനിമയെ ഏറ്റവും മികച്ചതായിട്ട് കാണുന്നില്ല. നമ്മൾ റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉണ്ടെന്നുള്ളത് ഞാൻ എൻ്റെ കുട്ടികളോടാണ് ചോദിക്കുക. അതെങ്ങനെ റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉണ്ടെങ്കിലാണ് അവർ കൊള്ളാം നല്ലത് എന്നൊന്നല്ല പറയാം, റിപ്പീറ്റ് വാച്ച് വാല്യൂ ആണ്. അപ്പോൾ റിപ്പീറ്റ് റീഡ് വ്യാപ്തിയായിട്ടുള്ള കഥകൾ എത്രത്തോളം ഇറങ്ങുന്നുണ്ടെന്നാണ്. ആ കഥകളെ സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്, ഒരു രസമുണ്ട്. അതായത് ഈ ഒരു സാഹിത്യത്തിലെ ഒരു കഥ എന്ന് പറയുന്ന ഒരു മേഖല, ഈ കഥ എന്ന് പറയുന്ന ആ ഒരു ഭൂമിക വളരെയധികം മികച്ച രീതിയിൽ നന്നായി വരുന്നുണ്ട്. അതിൽ ആശാവഹമായ ഒരുപാട് പുരോഗതികളുണ്ട്. അതേസമയം തന്നെ ഒരു വലിയ വിഭാഗം ഇപ്പോഴും 70കളിലെയും 80കളിലെയും ഒക്കെ കേശവദേവിൻ്റെയും ബഷീറിൻ്റെയും ഒക്കെ പാതയിൽ നിന്നും മാറുന്നില്ല എന്നുള്ളതും, എഴുതാനുള്ള വല്ലാത്ത ആഗ്രഹം ഉണ്ടാകുന്ന സമയത്തും അവരതിൽ നിന്നും അങ്ങോട്ട് മാറാതെ സ്വന്തമായ ഒരു ആഖ്യാന ശൈലി സൃഷ്ടിക്കാതെ, സ്വന്തമായിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കാതെ, ഈ പറയുന്ന ആളുകളുടെ കേട്ട് ശീലിച്ച, വായിച്ചു ശീലിച്ച, കണ്ട് ശീലിച്ച കാര്യങ്ങളിലെ മാത്രം തുടക്കം വെച്ച് പോകുന്നുണ്ടെന്ന് ചില പ്രവണതകൾ കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ എഴുത്തുകാർക്ക് അതിൻ്റെതായ ന്യായീകരണം ഉണ്ടാവും കേട്ടോ. കാരണം ഞാനിങ്ങനെയാണ്, ഇപ്പോൾ സിതാര ചേച്ചി പറഞ്ഞ പോലെ ഞാനൊരു പ്രതീക്ഷയുടെ ഒരു മുനമ്പ് എപ്പോഴും സൂക്ഷിക്കുക എന്ന് പറയുന്നത്, അത് നാളെ ഇപ്പോൾ മനുഷ്യലചന്ദ്രി തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ അത്തരം ക്രൈസിസ് അനുഭവിക്കുന്ന ആളുകൾക്ക്, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കൊള്ളട്ടെ, അവർക്ക് നാളെ പ്രതീക്ഷ തരുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഒരു കഥയിൽ വേണമെന്നുള്ളത് വായനക്കാരെന്ന രീതിയിൽ തീർച്ചയായിട്ടും നമുക്ക് നിർബന്ധം പിടിക്കാവുന്നതാണ്. എഴുത്തുകാരിക്ക് അത് നമ്മളത് നിർബന്ധം പിടിക്കുന്നതാണ് എഴുത്തുകാരിയുടെ വിജയം. അത് ഒരു കഥയുടെ പോരായ്മയും എഴുത്തുകാരുടെ വിജയമാണ്. അങ്ങനെ ആവുന്ന സമയത്ത് അപ്പോൾ അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു, അങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നത് അത് കൃത്യമായ ഒരു വിജയമാണ്. ഇത്തരം വിജയപരാജയങ്ങൾ തരുന്ന കഥകളെക്കുറിച്ച് 4 ചീത്തയാണ് വായനക്കാർ പറയുന്നെങ്കിലും അത് കേൾക്കുക എന്ന് പറയുന്നൊരു സുഖമുള്ള പരിപാടിയാണ്. ഈ സുഖത്തിൻ്റെ പരിപാടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, എൻ്റെ ഒരു ആദ്യത്തെ നോവൽ ഇറങ്ങിയ സമയത്ത് എനിക്ക് വേറൊരു രീതിയിൽ എന്നെ അത് അനുഭവിപ്പിച്ചത്. ആദ്യത്തെ നോവൽ ഇറങ്ങിയ സമയത്ത് എൻ്റെ അമ്മ അത് അലമാരയ്ക്കകത്ത് വെച്ച് പൂട്ടി. അമ്മയോട് എല്ലാവരും എൻ്റെ നാട്ടുകാരൊക്കെ നല്ല മോളൊരു നോവൽ എഴുതിയല്ലോ, അതിവിടെ ഇല്ല, അലമാരയ്ക്കകത്തുനിന്ന് അത് പുറത്തിറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, പിന്നെ അമ്മ എന്നോട് മിണ്ടുന്നില്ല അമ്മ. ഞാൻ പറഞ്ഞു, നിങ്ങളെൻ്റെ നോവൽ വായിച്ചില്ലേ, വായിച്ചതിനൊന്ന് ചിത്രം കിട്ടിയില്ലേന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ ചോദിച്ചു, ചിത്രം വരയ്ക്കാൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഇത്രയും തോന്നിയാസം ഇതിൽ എഴുതി വെക്കുന്നത്, നീയൊക്കെ എന്തെന്നാ പഠിച്ചത്, നാട്ടുകാരെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് വിവരമില്ലാത്തത് കൊണ്ടാണല്ലോ അമ്മ അതങ്ങനെ പറയുന്നത്. നമ്മളങ്ങനെയാണല്ലോ, നമ്മളുടെ ജ്ഞാനത്തെ ഭയങ്കരമായിട്ട് കാണിക്കുകയും ഇവരുടെ വിവരത്തെ താഴ്ത്തി കിട്ടുകയും ചെയ്യലാണല്ലോ നമ്മളെ ജയം, ജനറേഷൻ്റെ ജയം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. പക്ഷേ
ഈ എഴുത്തിൻ്റെ ഒരു ഗൗരവാവസ്ഥയിൽ ഞാനത് അത്ര വലിയ ശ്രദ്ധിച്ചൊന്നുമില്ല. എന്നെ കുറേ ആൾക്കാർ വിളിക്കുന്ന പറയുന്ന സോഷ്യൽ മീഡിയയിലേക്കുള്ള ആളുകൾ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഞാൻ ഇതെല്ലാം വായിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ വരുന്ന സമയത്താണ് എനിക്ക് എന്തിൻ്റെയൊക്കെ ഒരു കുറവ് ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്നതായിട്ട് വായനക്കാർക്ക് പ്രത്യേക താല്പര്യമുള്ള വായനക്കാർക്ക് തോന്നിയത് കൊണ്ട് അവർ ആ കുറവ് നികത്താനുള്ള എന്നോടുള്ള ഒരു പരിഗണനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. അത് ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഗിഫ്റ്റുകൾ അയച്ചു തരാൻ ഭയങ്കര ത്വര. ഞാൻ പറയുന്നുണ്ട് സുഹൃത്തെ, എനിക്കങ്ങനെ ഗിഫ്റ്റുകൾ ഭയങ്കര സമ്മാനങ്ങൾ വാങ്ങുന്ന ശീലമില്ല. എനിക്ക് ഇത്തരം വ്യക്തിബന്ധത്തിൽ ഒരു ബാധ്യതയും എനിക്ക് താല്പര്യമില്ലാത്തതാണ്. ആദ്യം ഞാൻ മിസ് ഷബിതയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾ പിന്നെ ഷബിയായി, പിന്നെ മോളായി, എടാന്നായി, ഇങ്ങനെയൊക്കെ വളരെ രസകരമായ കമ്മ്യൂണിക്കേഷൻ വായനക്കാർ നടത്താൻ തുടങ്ങി. എല്ലാ വായനക്കാരെയും ഞാൻ പറയില്ല കേട്ടോ, വളരെ ചുരുക്കം ചില വായനക്കാർ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനത്തെ എങ്ങനെയാണ് ആളുകൾ പെർസീവ് ചെയ്യുന്നത്, ആക്സെപ്റ്റ് ചെയ്യുന്നത്, അത് ഏത് സെൻസിലാണ് അവർ എടുക്കുന്നത്, അപ്പോൾ വ്യക്തിപരമായിട്ട് നമ്മുടെ വ്യക്തി ജീവിതവുമായിട്ട് എങ്ങനെയാണ് ഇതിനെ താരതമ്യം. ഞാൻ ആ കഥാപാത്രത്തിന് കൃത്യമായിട്ട് ഗീതാഞ്ജലി എന്ന പേര് കൊടുത്തിട്ടുണ്ട്, അതിൽ താനെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരാൾ, ഞാനൊരു മൂന്നാമതൊരാളായി നിന്നുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് ഒരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ നരേഷനിലാണ് ഞാനത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാനെന്ന വാക്ക് എവിടെയും വരാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിനേക്കാൾ ഉപരി വളരെ ദൃഷ്ടാന്തമായിട്ടുള്ള നല്ലൊരു ജീവിതവും എനിക്കും അതിൽ 3 കുട്ടികളും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതവും എനിക്കുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും അവൾക്ക് എന്തോ ഒരു പോരായ്മയുണ്ട്, പാവ ആ കുട്ടിക്ക്, അത് നികത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നുള്ള രീതിയിൽ ഇടപെടുന്ന വായനക്കാർ വളരെ ചുരുക്കം. ബാക്കി എല്ലാ വായനക്കാരെയും ഞാൻ കൃത്യമായിട്ട് ബഹുമാനിക്കുന്നുണ്ട്. ഇവരോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ, കാരണം പേഴ്സണലായിട്ട് ആ കഥാപാത്രത്തെ അവർ സ്വീകരിച്ചത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നിയത്. ആ ഇടപെടലിനെ പോലും പോസിറ്റീവ്, അന്ന സമയത്ത് നമ്മൾക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷനും അപമാനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാനതിനെ വളരെ പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങി. അപ്പോൾ അതിനെ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണല്ലോ അപ്പോൾ നമ്മൾ എത്രത്തോളം കൃത്യമായിട്ട് നമ്മളുടെ വ്യക്തിപരമായിട്ട് ആ എഴുത്തിനെ കാണുന്നതാണ്. അപ്പോൾ ഇത്തരം വ്യക്തിപരമായ എഴുത്തുകൾ, അതായത് ഒരു കഥ എഴുതുമ്പോഴുന്ന സമയത്തും വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഇത് എവിടെ നിന്ന് കണ്ടു, നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ഈ രീതിയിലേക്ക് കാണാൻ ശ്രമിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സിത്താര ചേച്ചി നേരിട്ടിട്ടുണ്ടോ? അതോ കഥാപാത്രങ്ങളാക്കി മാറ്റി അവിടെ നിർത്താനും സിത്താര എന്ന് പറയുന്ന വ്യക്തി കൃത്യമായ വ്യക്തി ജീവിതം നയിക്കാനും മാത്രം പ്രാപ്തമായിട്ടുള്ളൊരു സമൂഹത്തിലാണോ സിത്താര ചേച്ചി ജീവിക്കുന്നത്? അത്തരത്തിലുള്ള ഇടപെടലുകൾ അതിപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും എനിക്ക് തോന്നുന്നു നിരന്തരമായിട്ട് നേരിടേണ്ടി വരാറുണ്ട്. അത് സ്ത്രീകൾക്ക് കുറച്ച് കൂടുതലാണ്, അത് ഒരു സത്യമാണ്. അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. സ്ത്രീകളായ എഴുത്തുകാരികൾക്ക് അവരെഴുതുന്ന കാര്യങ്ങൾ എന്താ പറയുക, അവർ കുറച്ചും കൂടെ അവരുടെ തലയിലോട്ട് ഏൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇന്നത്തെ സമൂഹത്തിലുണ്ട്. എനിക്കും ഈ പറഞ്ഞ പോലെ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. സമാനമായ അനുഭവങ്ങൾ പണ്ടത്തെ കാലം തൊട്ടിട്ട് രാജലക്ഷ്മിയുടെ ഒക്കെ അനുഭവം നമുക്ക് മുമ്പിലുണ്ട്. അവരൊക്കെ അത് വളരെ പേഴ്സണലായി എടുത്തു. അത് അവർക്ക് സഹിക്കാൻ പറ്റാതെ അവർ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ ഒരു തലമുറ വന്നപ്പോഴേക്കും വലിയ എന്നുള്ള ഒരു ലെവലിലേക്ക് സ്ത്രീ എഴുത്തുകാർ പ്രത്യേകിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും അതിനെ കണക്ട് ചെയ്യലുകളും ഭയങ്കരമായ രീതിയിൽ ഇന്നും എഴുത്തുകാർ നേരിടേണ്ടി വരുന്നുണ്ട്. ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ അത് നമ്മളാണ്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടേതാണ്. ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ അംശങ്ങൾ ഉണ്ടാവാം. ആ പേഴ്സണൽ അംശങ്ങൾ കണ്ടിട്ടാവാം അവരങ്ങനെ പറയുന്നത്, അത് നിങ്ങളല്ലേ. പക്ഷേ ആ പേഴ്സണൽ അംശങ്ങൾ ഉണ്ടെന്ന് കരുതി അതിലൊരു 95% ഇമാജിനേഷനാണ് എന്നുള്ള അത്രയും പോലും കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപ്രോച്ചും കൊണ്ട് നമ്മുടെ അടുത്ത് വരുന്നത്. അത് പിന്നെ അതിൻ്റെ വേറൊരു വശം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ എഴുതുമ്പോൾ ലൈംഗികതയെ പറ്റിയൊക്കെ എഴുതുമ്പോൾ അത് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമാണ്. നമ്മൾ നേരത്തെ പറയണ്ടേ, ഗീതു മോഹൻദാസ് ചെയ്ത ടോക്സിക്കിൻ്റെ ട്രെയിലർ ഇപ്പം ഭയങ്കര വിവാദമായി കൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കരമായ വ്യൂസ് വന്ന 11 മണിക്കൂറിനുള്ളിൽ തന്നെ 40 മില്യൺ വ്യൂസൊക്കെ കടന്ന ഒരു ട്രെയിലർ വീഡിയോ. ഇന്ത്യയിലെ തന്നെ വലിയൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് ഒരു പക്കാ കമേഴ്സ്യലായ, വ്യക്തിപരമായി എനിക്ക് ആ ട്രെയിലർ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ലോകത്തുള്ള പുരുഷന്മാർ മുഴുവൻ ഗീതു മോഹൻദാസിനെ കടന്ന് ട്രോളുകയാണ്. അതിൽ വശങ്ങളെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ഈ ട്രോളുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത് ഇവരുടെ അസൂയയാണല്ലോ ഇവർ ഈ കരഞ്ഞു തീർക്കുന്നത്. അത് ആ ഗീതു മോഹൻദാസിൻ്റെ ഒരു ഡയറക്ടർ എന്നുള്ള മികവൊന്നും എനിക്കറിയില്ല. പക്ഷെ അവരൊരു ആർട്ടിസ്റ്റിക് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഒരു
രൂപത്തിൻ്റെ ഒരു ട്രെയിലർ അവരുടെ ഒരു വർക്ക് പുറത്തിറക്കി. ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം, WCCയിലെ മെമ്പർ ആയതുകൊണ്ട് മാത്രം, പണ്ട് മമ്മൂട്ടിയുടെ കസബ ക്യാരക്ടറിനെ വിമർശിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അവർ നിരന്തരമായി വിമർശിക്കപ്പെടുന്നു. അവർ ഫ്രോഡ് ഫെമിനിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്നു. അത്തരത്തിലുള്ള ആ ഒരു അസൂയ, അല്ലെങ്കിൽ എന്നിട്ടും അവർ ചെയ്ത ഒരു ട്രെയിലർ ഇത്രയും റോക്കറ്റ് പോലെ മുകളിലോട്ട് പോകുന്നു, അത്രയും അതിന് പോപ്പുലാരിറ്റി കിട്ടുന്നു. അപ്പോൾ അതിനോടുള്ള അമർഷമൊക്കെ ഇപ്പുറത്ത് നിന്ന് ആൾക്കാരിങ്ങനെ കരഞ്ഞു തീർക്കുന്നു. ആ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഞാനത് വീട്ടിൽ നിന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ട്രെയിലർ എനിക്ക് വലിയ ഇഷ്ടമൊന്നായില്ല, പക്ഷേ ഈ കരച്ചിൽ നല്ല രസമുണ്ട് കാണാൻ. ഞാൻ അത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ പോയി വായിക്കുകയൊക്കെ ചെയ്യാം, ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ള രീതിയിൽ. അപ്പോൾ അതും ഒരു അപ്രോച്ചാണ്. ഇങ്ങനെയുള്ള നമ്മുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ നേർക്കുണ്ടാകുന്ന, സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ശരിയല്ലാത്ത ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അപ്രോച്ചുകളെ നേരിടാനുള്ള ഒരു വഴി അതുകൂടിയാണ്. അതിനെ ചിരിച്ചു തള്ളുക, അല്ലെങ്കിൽ അവന്മാരുടെ അസൂയ അല്ലെങ്കിൽ അവളുമാരുടെ അസൂയ ഒക്കെ കണ്ട് ഉള്ളിലങ്ങ് സന്തോഷിക്കുക, അതും നമ്മുടെ ഒരു നേരിടൽ രീതിയാണ്. ഇതിനെപ്പറ്റി ഷബിതയുടെ അഭിപ്രായം കൂടെ അത് പറയും. അത് 40 മില്യൺ വ്യൂസ് 11 മണിക്കൂർ കൊണ്ട് നേടുക എന്നുള്ളത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ പോസിറ്റീവ് പബ്ലിസിറ്റിയൊക്കെ ഒന്നും അത്ര വലിയ വാല്യൂ ഒന്നുമില്ല, അതൊക്കെ വെറും നന്മ മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്ന് ഇത്തിരി തണലേക്കുള്ളൂ. നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഭയങ്കരമായിട്ട് ആളുകളിൽ നിൽക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാരണം നമ്മൾക്ക് ഉള്ളിലുള്ള വ്യക്തിഗതമായ വാസന എന്ന് പറയുന്നത് കുറ്റം പറയുക എന്നുള്ളതാണ്. കുറ്റപ്പെടുത്തുക, കുറ്റം പറയുക എന്നുള്ളതാണ് നമ്മളുടെ ഉള്ളിലുള്ള ആന്തരിക ചോദന എന്ന് പറയുന്ന സത്യത്തിൽ അതാണ്. അപ്പോൾ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി പെട്ടെന്ന് വൈറലാവും. അങ്ങനെയുള്ളൊരു വൈറൽ സ്വഭാവം കാണിച്ചതാണ് ടോക്സിക്കിൻ്റെ ട്രെയിലർ സത്യത്തിൽ. അപ്പം ഈ പറഞ്ഞതുപോലെ അതൊരു പ്രഗത്ഭനായ, ഒന്നും വേണ്ട, അവരുടെ പാർട്ട്ണറായിരുന്നു രാജീവ് രവി ആയിരുന്നു അത് എടുക്കുന്നതെങ്കിൽ അത് ഗംഭീരമായിട്ടുള്ള അപ്പോഴത്തേക്ക് അതിൻ്റെ മാസ്കുലിൻ പവറൊക്കെ എത്തി. അത് അപ്പോഴത്തേക്ക് ഈ ട്രെയിലറിന് അപ്പോൾ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ ഒന്ന് മാറും, അതിൻ്റെ നമ്മുടെ നിർവചനങ്ങളൊക്കെ മാറും. അപ്പോഴത്തേക്ക് സോക്കോൾഡ് ബൗദ്ധിക ഫിലിം ക്രിട്ടിക്സുകളൊക്കെ വന്നിട്ട് അതിൻ്റെ മാസ്കുലിൻ ഇതിനെക്കുറിച്ചും സെക്ഷുവാലിറ്റിയെക്കുറിച്ചും വയലൻസിനെ കുറിച്ചൊക്കെ ഗംഭീരമായ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിക്കും. ഒരു സ്ത്രീ അത് അവതരിപ്പിക്കുന്ന സമയത്ത് അതിന് എന്താ പറയുക, എന്തൊക്കെയോ എവിടെയോ എന്താ പറയുക, ഈ ഉടുത്തൊരുങ്ങി നടക്കുന്നതാണല്ലോ പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ളൊരു മേന്മയായിട്ട് സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്നൊരു സാധനം. അപ്പം ആ സ്ത്രീകൾക്ക് ഇറക്കുന്ന ട്രെയിലറുകളിൽ എപ്പോഴും ഉടുത്തൊരുങ്ങി അച്ചടക്ക മര്യാദകളൊക്കെ നടത്തിക്കൊള്ളണം നിർബന്ധമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫയറും വാട്ടറൊക്കെ ട്രിലജി ഉണ്ടല്ലോ, ഫയർ വാട്ടർ, ദിബാമെത്ത് ആയിരുന്നില്ലേ? ഫയർ വാട്ടറൊക്കെ ആ സംഗതികളൊക്കെ കത്തിപ്പിടിക്കാനുള്ള കാരണങ്ങൾ അതായിരുന്നല്ലോ. വിവാദങ്ങൾക്ക് സ്ത്രീയുടെ ശരീരം മാത്രമേ ആവശ്യമുള്ളൂ, സ്ത്രീയുടെ ബുദ്ധി അവിടെ നിങ്ങൾ കൊടുക്കരുത്. അതൊക്കെ ഞങ്ങളിവിടെയുള്ള സോക്കോൾഡായിട്ടുള്ള വലിയ ആളുകളൊക്കെ ചെയ്തോളൂ. നിങ്ങളിങ്ങനെ നിങ്ങളുടെ ശരീരമൊക്കെ തന്നിട്ട് ഞങ്ങളെങ്ങനെ സഹകരിപ്പിച്ച് സമാധാനിപ്പിച്ചാൽ മതി. കാരണം വിഷ്വൽ ട്രീറ്റിൽ നിങ്ങളെങ്ങനെ സ്ക്രീനിലൊക്കെ കാണാം, നിങ്ങളെ ഈ പറയുന്നത് പോലെ ഇതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിശേഷണങ്ങൾ മലയാളം ലിറ്ററേച്ചറിൽ, പ്രത്യേകിച്ച് നമ്മുടെ തുടക്കം മുതലുള്ള ലിറ്ററേച്ചറിൽ വിശേഷണങ്ങൾ സ്ത്രീക്കാണല്ലോ ഉള്ളത് അല്ലേ. എന്താണ് മകളെ, സുഭഗേ, വനിതയെ, സുന്ദരി, യോഗിയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കരുതലുകൾ നൽകിക്കൊണ്ടാണ് എല്ലാവരും സ്ത്രീയെ പ്രകീർത്തിച്ചിരിക്കുന്നത്. പുരുഷനാണെങ്കിലോ വീരൻ, ബാണൻ ഒക്കെ പറയുന്ന രീതിയിലുള്ള വലിയ പട്ടങ്ങളാണ് അവർക്കും കൊടുത്തിരിക്കുന്നത്. ഇത് റിയാലിറ്റിയിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഏതാണ്ടൊക്കെ എനിക്കൊക്കെ എപ്പോഴൊക്കെ രസകരമായി തോന്നുന്ന ചില സന്ദർഭങ്ങളുണ്ട്. നമ്മളൊക്കെ ഒരു നിഷേധത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണെന്നും നിഷേധിയാണെന്നും അവളോടൊന്നും വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നടപടിയാവില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് വലിയ ആളുകളുണ്ട്. അവരൊന്നും ചർച്ചയ്ക്കൊന്നും കൊണ്ടുവന്നാൽ ശരിയാവില്ല, അതൊരു കൊളാക്കി തരും, കയ്യിൽ ഒരു കൊളാക്കി തരും, നമ്മൾ വിചാരിച്ച രീതിയിലേക്കൊന്നും അത് പോവില്ല എന്ന് നമ്മളെക്കുറിച്ച് പറയുന്നത് മുൻവിധികളോടുകൂടി ചില ഏട്ടന്മാരുടെ ചില സാറന്മാരുടെ പരിലാളനകളൊന്നും ഇല്ലാത്ത നമ്മുടെ കൃതികൾ വരുമ്പോൾ, അവരുടെ ലാസ്റ്റ് ടച്ച് ഇല്ലാതെ നമ്മളെ കൃതികളൊക്കെ വരുന്ന സമയം, നമ്മുടെ എഴുത്തുകളൊക്കെ വരികയാണെങ്കിലൊക്കെ അത് ഭയങ്കരമായിട്ട് അസ്വാരസ്യം ഉണ്ടാക്കുകയും അത് ഇവർ പ്രകടിപ്പിക്കുകയും ചെയ്യും. അത് ഇവർ പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടുന്ന ആത്മരതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെയൊക്കെ ഒരു 10 മിനിറ്റ് ആണെങ്കിൽ ഇവരുടെയൊക്കെ ഒരു സംസാരത്തിൽ നമ്മുടെ പേരിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ, ആ സന്തോഷം
അതേ ഉള്ളൂ. പിന്നെ 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 രസം എന്ന് വെച്ചാൽ ഇവർ കാണുന്ന സമയത്ത് എന്തെങ്കിലും മോളെ വിശേഷം, സുഖം തന്നെയല്ലേ, ഈ തരത്തിലുള്ള, അതായത് അത് വേറൊരു വകുപ്പ്. അപ്പം ഇത് ഇരുന്ന് കൊണ്ട് അതേ സമയം തന്നെ നമ്മളിപ്പോൾ ഒരു കഥയാണെങ്കിലും, എനിക്ക് കവിതയെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, കഥയാണെങ്കിലും നോവലാണെങ്കിലും ഒക്കെ ഞാൻ വായിക്കുന്ന സമയത്ത് ഞാൻ ഒരു പക്ഷേ എൻ്റെ സമകാലികനായ എഴുത്തുകാരൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ആൻസർ എൻ്റെ അടുത്തുനിന്ന് ചിലപ്പം കിട്ടിയെന്ന് വരില്ല. ഞാനെപ്പോഴും ചിന്തിക്കുക 2, 3, 4 പാരഗ്രാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിപ്പോൾ ഇന്ന രീതിയിൽ അവസാനിക്കുന്ന എന്താണ്ട് ഒരു കുബുദ്ധി തലയിൽ പ്രവർത്തിച്ചു പോവുകയും അതങ്ങനെ ചിലപ്പോൾ സംഭവിക്കുകയും ചെയ്യും. ഇത് ഈ രീതിയിലല്ല ഇത് എൻഡ് ചെയ്യുന്നത് എന്നല്ലെങ്കിൽ നമ്മളെ വെല്ലുന്ന രീതി, നമ്മളെ കോമ്പീറ്റ് ചെയ്യുന്ന രീതി, നമ്മൾ വലിയ വായനക്കാരി ആയതുകൊണ്ട് എഴുത്തുകാരി വേണ്ട ആയതുകൊണ്ട് നമ്മുടെ കോമൺ സെൻസിൽ ചില ചിന്തകൾ ഇത് ഇന്ന രീതിയിൽ ഇപ്പോൾ പോവും, അത് അവിടെ അങ്ങനെ സംഭവിക്കും, ഇതിവിടെ സംഭവിക്കും, ഏതാണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. നിർഭാഗ്യവശാൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. ആ സംഭവിക്കുമ്പോൾ നമ്മളെന്താ പറയുക, അതത്ര വിചാരിച്ചതുപോലെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു ഈ രീതിയിലാണെന്നുള്ളത് അറിയാതെ എടുത്തടിച്ച് പറഞ്ഞു പോകും. ആ പറഞ്ഞു പോകുന്നത് വലിയൊരു പ്രശ്നമാണ്. അവൾ എന്നെ തരം താഴ്ത്താൻ ശ്രമിച്ചു, അവൾ എന്നെ എൻ്റെ കറക്കിന് അങ്ങനെ സംസാരിച്ചു, ഞാനതത്ര. അപ്പം അപ്പുറത്തിരിക്കുന്ന ആളുടെ എഫേർട്ടിനെ നമ്മൾ മാനിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ വായനക്കാരിയായ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എഴുത്തുകാരുടെ എഫേർട്ട് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അപ്പം ഇത്തരം വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇതെൻ്റെ മാത്രം പ്രശ്നമാണോ, എനിക്ക് മാത്രം സംഭവിക്കുന്നതാണോ അത്? ഇതൊന്നും അല്ലാതെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലേക്ക് ഒരു കഥ, ഒരു സംഗതി അതിൻ്റെ ഒരു പീക്ക് എൻഡിലേക്ക്, ഒരു ക്ലൈമാക്സിലേക്ക് പോകുന്നു, നമ്മളാകെ ഒന്ന് ഗൂസ് ബമ്പിങ്ങിൽ നിൽക്കുന്നു, വീണ്ടും നമ്മൾ തിരിച്ച് 1ാമത്തെ പേജിലേക്ക് വരുന്നു, ആദ്യത്തെ വരിയിൽ നിന്ന് തുടങ്ങുന്നു, വീണ്ടും നമ്മൾ അതിലേക്കുള്ള ഇൻസിഡൻസ് പോകുന്നു. ഒന്നും വേണ്ട, ഒരു പെന്നും പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നമുക്ക് മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല, ആ ഗ്രൂപ്പിലേക്ക് നമ്മളിതിൻ്റെ കഥാപാത്രങ്ങളെയും 1, 2 വാക്കുകളെ മാത്രം എഴുതിയെടുക്കുന്നു. അങ്ങനെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കഥ കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ ആ ആരെഴുതി കഴിഞ്ഞാൽ അതിനവിടെ പ്രായ വ്യത്യാസവും ഇല്ല, ആ എഴുതുന്ന ആളെ അപ്പോൾ തന്നെ വിളിച്ച് നമ്മളൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, നന്നായി ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ, അത്ഭുതപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെ കിട്ടുന്ന അസുലഭമായ നിമിഷമാണ് ഒരു വായനക്കാരി എന്നതിൻ്റെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. അതേസമയം മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു പാരലലായിട്ട് എഴുത്ത് ശ്രമങ്ങൾ നടത്തുന്ന ഒരാളെന്ന രീതിയിൽ, ഒരു ലിറ്ററേച്ചർ സംബന്ധമായ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്ന രീതിയിൽ ഞാൻ അവിടെ അമ്പയെ പരാജയപ്പെടുകയും ചെയ്യുകയാണ്. ഇങ്ങനെയൊരു ഡുവൽ പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റ് എനിക്ക് ഉണ്ടാവാറുണ്ട്. താര ചേച്ചിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കഥ വായിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ പ്രകടിപ്പിച്ച് പോവാറുണ്ടോ? അതിനെ സംയമനത്തോടെ കാണാറുണ്ടോ? അത് ഇതിൻ്റെ മാത്രം കുഴപ്പമാണോ? നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് 1-2 വാക്കുകളിൽ പറഞ്ഞ് നമുക്ക് നിർത്താൻ തോന്നുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഒരു എഴുത്തിൻ്റെ ഒരു എല്ലാ കോംപ്ലക്സിറ്റികളിലൂടെയും കടന്നു പോകുന്ന ഒരാൾ തന്നെയാണ് ഞാനും. അത് പല രീതിയിൽ വരാറുണ്ട്. ശബ്ദ പറഞ്ഞ ആ ഒരു പിന്നെ ഒരു സമയത്ത് തോന്നുകയല്ല പിന്നീട് തോന്നുക. പക്ഷേ അത് അങ്ങനെ അല്ലാതെ ഒറ്റയിരിപ്പിലിരുന്ന് പിന്നെ അത് വായിച്ചു പോലും നോക്കാതെ തിരുത്തി എന്ന കഥകളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വിഭിന്നമായ എഴുത്ത് എക്സ്പീരിയൻസാണ് എനിക്കുള്ളത്. ഇപ്പോൾ സമയം നമുക്ക് ഏകദേശം ആയതുകൊണ്ട് നമുക്ക് എഴുത്തിലെ തീയെപ്പറ്റി ഇവിടെ സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചതിൽ ഉള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സന്തോഷം. താങ്ക് യു സിത്താര മാഡം ആൻഡ് ഷബിത മാഡം.